ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന ഒരു ഫ്ലാറ്റ് ആണ്. നിങ്ങൾ കണ്ടതുപോലെ 60 ലക്ഷം രൂപ ബഡ്ജറ്റിൽ റീസെയിലിനായിട്ട് ഇട്ടിരിക്കുന്ന ഒരു ഫ്ലാറ്റ് ആണ്. 3 ബെഡ്റൂമുകളാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് നമുക്കിവിടെ വരുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പറവൂർ റൂട്ടിലാണ്. കോട്ടപ്പുറം എന്നാണ് സ്ഥലത്തിന്റെ പേര്. കോട്ടപ്പുറം ജംഗ്ഷനിൽ നിന്ന് വെറും 800 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന ഫ്ലാറ്റിലേക്കുള്ള ദൂരം വരുന്നത്. വലിയ ഒരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് ഫ്ലാറ്റ്സ് വരുന്നുണ്ട്, വില്ലാസ് വരുന്നുണ്ട്. നമുക്ക് ടോട്ടൽ 6 ടവറുകളിലായിട്ടാണ് ഇവിടെ ഫ്ലാറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. അതിനകത്തുള്ള ഒരു ടവറിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു ഫ്ലാറ്റ് ടോട്ടൽ നമുക്ക് 22 നിലകളായിട്ടാണ്, ടോട്ടൽ 22 സ്റ്റോറി ഉള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത് വരുന്നത്. അതിനകത്ത് 10ാമത്തെ ഫ്ലോറിലാണ് ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത്. റീസെയിൽ ആണ്. ഏകദേശം 10 വർഷമാണ് ഇതിന്റെ പഴക്കം വരുന്നത്. പക്ഷെ ഇതിന് ഓണർ അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് നല്ലൊരു കണ്ടീഷനിൽ തന്നെയാണ് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 16 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ടിലേക്ക് 14 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ്. നോർത്ത് പറവൂരിലേക്ക് നോക്കുവാണെങ്കിൽ 10 കിലോമീറ്ററുമാണ്. നമുക്കപ്പോൾ ഇതിന്റെ ഒരു ഫ്ലാറ്റിന്റെ അകത്തേക്ക് കടന്ന് എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടാം. ലിഫ്റ്റ് ഫെസിലിറ്റിയും പവർ ബാക്കപ്പും എല്ലാം ഉണ്ട്. നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനായിട്ടും 24 അവേഴ്സും നല്ല രീതിയിൽ തന്നെ വെള്ളം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്ലാറ്റ് കൂടിയാണിത്. നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഫ്ലാറ്റ് നോക്കുവാണെങ്കിൽ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഇതിന്റെ ഡോറ് വരുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള ഡോറ് കടന്ന് നമ്മൾ ഈ ഒരു വീടിനകത്തേക്ക് വരുന്ന ഫ്ലാറ്റിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആദ്യം വന്ന് എൻട്രി ചെയ്യുന്ന ഈ ഒരു റൂമാണ് കിട്ടുന്നത്. നമുക്കിത് ഗസ്റ്റ് ലിവിംഗ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു ചെറിയ റൂമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് നോർമലി ഗസ്റ്റ് ലിവിംഗ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ലിവിംഗിനായിട്ട് നമുക്ക് ഇവിടെ ആയിട്ടാണ് ഒരു സ്പേസ് കിട്ടുന്നത്. ഇതിനകത്ത് നിങ്ങൾ ആസിറ്റീസ് കണ്ടീഷനിൽ കാണുന്ന ഫർണിച്ചേഴ്സ് എന്തൊക്കെയാണോ അത് ഉൾപ്പെടെയാണ് വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. നോക്കിയാൽ കാണാം, കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ സോഫ സെറ്റീസും ടീപ്പോയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് കം ഡൈനിങ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വലിയൊരു ഹാള് തന്നെയാണ്. അവിടെ നമ്മൾ ലിവിങ്ങിനായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഫാമിലി ലിവിംഗ് ആയിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു 4 സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്കൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ഒരുപാട് ബാൽക്കണീസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു ഫ്ലാറ്റിന്റെ പ്രത്യേകത. നല്ല ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് കിട്ടുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര കാറ്റാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ലോങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ ആലുവ റിവറിന്റെ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കോളൂ, ഒരു ചെറിയൊരു ടൗൺഷിപ്പ് പോലെയാണെന്നൊക്കെ നമുക്ക് ഏകദേശം പറയാം. കാരണം നിറയെ വില്ലകളാണ്. ഇതേ ഗ്രൂപ്പിന്റെ തന്നെയാണ് നിറയെ വില്ലകളും ഫ്ലാറ്റുകളും. ആറോളം ടവറുകൾ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. എല്ലാ കാണുന്ന വില്ലാസിലും ആളുകൾ താമസമുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ലിവിംഗ് ആൻഡ് ഡൈനിങ് സ്പേസ് നമ്മൾ കണ്ടു. ഇവിടെ ആയിട്ട് വാഷ് ഏരിയ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് കിച്ചൺ വരുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും അവിടെ വരുന്നുണ്ട്. അവിടെയായിട്ട് നമുക്ക് സ്ലൈഡിംഗ് വിൻഡോസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് കം സ്പേസിൽ നമ്മൾ ഓൾറെഡി നിങ്ങളൊരു ബാൽക്കണി കണ്ടിരുന്നു. നമ്മളിത് നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. എല്ലാ റൂമുകളും തന്നെ ബാൽക്കണി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. ബെഡ്റൂം ആണ് നിങ്ങളെ കാണുന്നത്. നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു ഡബിൾ കോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തും ബാൽക്കണി കിട്ടുന്നുണ്ട്. സ്ലൈഡിംഗ് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ 3ഉം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ടൈലുകളൊക്കെ ഒട്ടിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഫ്ലാറ്റ് അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വളരെ നീറ്റ് ആയിട്ടാണ് ബാത്റൂംസ് എല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മുടെ മെയിൻ ഡോർ തുറന്ന് നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്ത് വരുന്ന ഈ ഒരു ചെറിയ ഹാള് നിങ്ങൾ കണ്ടിരുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോട്ടലി നോക്കുവാണെങ്കിൽ നമുക്കിനി 2ാമത്തെ ബെഡ്റൂം കാണാൻ പറ്റുന്നത്. ഇവിടെയും നമുക്കൊരു ഡബിൾ കോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ല സ്പേഷ്യസ് ആണ് ബെഡ്റൂം വരുന്നത്. ഇവിടെയും നമുക്കൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. എല്ലാ റൂമുകളുടെയും ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് നല്ല വ്യൂ ആണ്. നമ്മുടെ മെയിൻ ബാൽക്കണി നിങ്ങൾ കണ്ടിരുന്നു. അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന അതേ വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടെയും. ആലുവ റിവറിന്റെ വ്യൂവും നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട് അകത്തുള്ള വില്ലാസ് ഒക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. 2ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നേരത്തെ കണ്ട ബാത്റൂമിന്റെ അതേ മോഡൽ തന്നെയാണ് ടൈലുകളെല്ലാം തന്നെ ഇവിടെയും ചെയ്തിരിക്കുന്നത്. 2 ബാത്റൂമുകളും നല്ല സൗകര്യത്തോടു കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ കണ്ട മെയിൻ ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫൈനൽ ആൻഡ് 3rd ബെഡ്റൂം വരുന്നത്. ഇവിടെ നമുക്കൊരു ഡബിൾ കോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വളരെ സ്പേഷ്യസ് ആണ്. മറ്റ് 2 ബെഡ്റൂമുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ബെഡ്റൂം ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്.
ഇവിടെയും നമുക്ക് ഇതുപോലെ തന്നെ ഒരു ബാൽക്കണി കിട്ടുന്നുണ്ട്. നമ്മുടെ ആ ഒരു നെക്സ്റ്റ് ടവർ ആണ് നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് വ്യൂ ആയിട്ട് കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെയിം ടൈലുകൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി വലിയ ബാത്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. ഈ ഒരു ഫ്ലാറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പറവൂർ റൂട്ടിലെ കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഏകദേശം 800 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഒരുപാട് ഫ്ലാറ്റ്സുകളും വില്ലാസും ഒക്കെ സ്ഥിതി ചെയ്യുന്ന വലിയൊരു കോമ്പൗണ്ടിനകത്താണ്. ഞാൻ പറഞ്ഞു 6ഓളം ടവറുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതിനകത്ത് ഈ ഒരു ഫ്ലാറ്റ് സെയിലിട്ടിരിക്കുന്നത് ടോട്ടൽ 22 സ്റ്റോറി ബിൽഡിംഗ് ആയിട്ടാണ്. 22 നിലകളുള്ള ഈ ഒരു ബിൽഡിങ്ങിന്റെ 10ാമത്തെ ഫ്ലോറിലാണ് ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഇന്ന് കണ്ട ഈ ഒരു ഫ്ലാറ്റ് റീസെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഏകദേശം 10 വർഷമാണ് നമുക്ക് ഇതിന്റെ പഴക്കം വരുന്നത്. ഓണർ മറ്റൊരു അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ഫ്ലാറ്റ് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. മാത്രമല്ല ഇത് അധികം യൂസ് ചെയ്തിട്ടില്ല. അദ്ദേഹം ജസ്റ്റ് ഇത് ബിൽഡറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തെങ്കിലും ഇവിടെ താമസിച്ചിരിക്കുന്നത് വളരെ കുറച്ച് നാളുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആക്സസ് ആണ്. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടി. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് അറിയേണ്ടത്. 10 വർഷം പഴക്കവും 1460 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന് വരുന്നത്. നമുക്ക് ഇതിന് മന്ത്ലി മെയിൻ്റനൻസ് ആയിട്ട് 1650 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത്. വെള്ളമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, റോഡിനടുത്താണ്. 60 ലക്ഷം രൂപയാണ് ഈ ഒരു ഫ്ലാറ്റിന് ഇതിന്റെ ഓണർ ചോദിക്കുന്നത്. അത് മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും 60 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഇത് ലോൺ ഫെസിലിറ്റിയിൽ സ്വന്തമാക്കണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോണും മാർബിൾ ഹോംസ് തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു വ്യൂ മാത്രം മതി നിങ്ങൾക്ക് ഈ ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കാനായിട്ട്. സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ, ഫ്ലാറ്റുകളുടെ, ലാൻഡുകളുടെ ഒക്കെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.